ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഒരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 3 ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇക്കാടെ കൂട്ടുകാരൻ്റെ വൈഫ് ഉണ്ടായിരുന്നു. പിന്നെ ഇക്കാടെ ചേട്ടൻ്റെ വൈഫും ഞങ്ങളെല്ലാവരും കൂടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ കയറിയിരുന്നു. അപ്പോൾ നമുക്ക് സൂപ്പാണ് അവർ ആദ്യം കൊണ്ട് തന്നത്. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് കുഴിമന്തി ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മയോണൈസും ചിക്കനും എല്ലാം കൂടെ കൂട്ടി നല്ലതുപോലെ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ പിള്ളേരെല്ലാവരും അവിടെ ഇരുന്ന് നല്ലപോലെ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. ചേട്ടത്തി പറയുന്നുണ്ടായിരുന്നു വീഡിയോ എടുക്കരുതെന്ന്. എന്നാലും ഞാൻ എടുത്തു കേട്ടോ. അപ്പം ആ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തതിന് ശേഷം നമ്മൾ യാത്ര തുടങ്ങി. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ കുറച്ച് ബ്ലോക്ക് പെട്ടത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോയി. അങ്ങനെ ഡീസൽ അടിക്കാൻ കയറിയിരുന്നു കേട്ടോ പെട്രോൾ പമ്പിൽ. അപ്പം അവൻ്റെ ഇപ്പുറത്തൊരു ചായക്കട ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ചായയും കടിയൊക്കെ കഴിച്ചു. പിള്ളേർക്കൊക്കെ ഓരോ ജ്യൂസും മേടിച്ചു കൊടുത്തു. അങ്ങനെ അവരതൊക്കെ കഴിച്ചു. ഞങ്ങൾ വണ്ടിയിൽ പിന്നെ യാത്രയായി. അപ്പോൾ ഇത് തൃശ്ശൂർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തൃശ്ശൂർ കുതിരാൻ തുരങ്കം, അങ്ങനെ തുരങ്കത്തിൻ്റെ അകത്തൂടെയൊക്കെ നമ്മൾ യാത്രയൊക്കെ ചെയ്തു. നല്ലൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ അതിലേക്കൂടെ പോയത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ തുരങ്കം കാണുന്നത്. അങ്ങനെ രണ്ട് സൈഡിലും നല്ലപോലെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രാത്രിയിലായി. അപ്പം ഞങ്ങൾക്ക് രാത്രി ഞങ്ങളെങ്ങും താമസിച്ചില്ല കേട്ടോ. അങ്ങനെ രാവിലെ ഒരു റൂം എടുത്ത് ഞങ്ങൾ ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറി കേട്ടോ. അപ്പം കഴിക്കാനായിട്ട് മസാല ദോശയും പിന്നെ സാമ്പാറും ചട്നിയും പിന്നെ വേറെന്തോ ഒരു കറിയും കൂടെ ഉണ്ടായിരുന്നു. അതെനിക്ക് അറിയത്തില്ല ഗൈസ്. അങ്ങനെ അവിടുന്ന് നേരെ യാത്ര തിരിച്ച് നമ്മൾ ഗൂഡല്ലൂരാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. അങ്ങനെ അവിടുന്ന് നേരെ നമ്മൾ മുതുമലൈ ടൈഗർ റിസർവ് വെൽക്കംസ് യു. അപ്പോൾ നമ്മളെ അങ്ങനെ ആ ബോർഡൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ കുറച്ചധികം മുന്നോട്ട് പോയപ്പോഴത്തേക്കിനും നമുക്ക് മാനുകളെ കാണാൻ പറ്റി കേട്ടോ. അങ്ങ് ദൂരത്ത് നിൽക്കുന്നതുകൊണ്ട് നല്ല കണക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ 5-6 മാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ കുറച്ചും കൂടെ പോയപ്പോഴത്തേക്കിനും അവിടെയും ഉണ്ടായിരുന്നു മാൻ. കൂടുതലും മാൻകൂട്ടങ്ങളായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാൻ. കാടും നല്ല പച്ചപ്പും രണ്ട് സൈഡിലും നല്ല ഫീലിങ്സ് ആയിരുന്നു കേട്ടോ പോയപ്പോഴത്തേക്കിനും. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടെ പോയപ്പോഴത്തേക്കിനും 3 മാനെ കാണാൻ പറ്റി. 3-4 മാനുണ്ടായിരുന്നു. അത് ഇച്ചിരി കൂടെ വലിയ മാനായിരുന്നു. അങ്ങനെ അവിടെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റും, പക്ഷേ ഇറങ്ങി നിന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ പോയി. അങ്ങനെ ആളും പേരൊക്കെ ഉണ്ടെങ്കിലും കൂടുതലും വണ്ടിയിൽ ചരക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരും പിന്നെ നല്ല ബൈക്കിനകത്ത് കുറേ റൈഡേഴ്സിനെയൊക്കെ കണ്ടു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിനും ഒരു ആനയെ കണ്ടു. ഇത് കാട്ടാനയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം കുറച്ച് കുരങ്ങന്മാരും പിന്നെ ഈ വണ്ടി ഷൂട്ടിൻ്റെ എന്തോ വണ്ടിയും കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് നല്ലപോലെ പോയ സമയത്ത് നമ്മളൊരു സ്ഥലത്തെത്തിയപ്പോഴത്തേക്കിനും വീണ്ടും മാനുകൾ ഓടുമായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കണ്ട് അതിൻ്റെ ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോയപ്പോഴത്തേക്കിനും ഒരു ആനയെ കണ്ടു കേട്ടോ. അപ്പോൾ വീണ്ടത് അതിനകത്ത് പാപ്പാനും അതിൻ്റെ ഇതും ഉണ്ടായിരുന്നു. അങ്ങനെ അത് താഴെ അവിടെ ഒരു കുളമുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് കുളിച്ചിട്ടെങ്ങാണ്ടൊക്കെ ആന കയറി വരും കേട്ടോ. അപ്പം അത് അവരുടെ ആനയുടെ ടെൻ്റാണ്. അപ്പം അതും കണ്ടിട്ട് കുറച്ചും കൂടെ അധികം മുന്നോട്ട് യാത്രയൊക്കെ ചെയ്തു. നല്ല ഫീലിങ്സ് ആയിരുന്നു. ഇതിലേക്കൂടെ പോയവർക്ക് അറിയാൻ പറ്റും. നല്ല നല്ല ട്രിപ്പായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കാടും ആ ഒരു പറയാനെനിക്ക് വാക്കില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ. അങ്ങനെ വീണ്ടും ഞങ്ങൾ പോയപ്പോഴത്തേക്കിനും വീണ്ടും മാനുകളെ കണ്ടു. കൂടുതലും ഞങ്ങൾ കണ്ടത് മാനുകളെയായിരുന്നു. അപ്പോൾ ഇക്ക പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് ഇഷ്ടംപോലെ ആനകളുണ്ടായിരുന്നു. ഞങ്ങളെയും കൊണ്ട് വന്ന സമയത്ത് ഒറ്റ ആനകളെ പോലും കണ്ടില്ല. പക്ഷെ കണ്ടു വളർത്താനെയായിരുന്നു എല്ലാത്തിനെയും കണ്ടത്. പിന്നെ പോയപ്പം സിംഹവാലൻ കുരങ്ങാണ് കേട്ടോ ഇത്. അങ്ങനെ അതിന് നമ്മുടെ കയ്യിലിരുന്ന ബിസ്ക്കറ്റും കുറച്ച് കേക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞങ്ങൾ ഇട്ട് കൊടുത്തു. അതവിടെ നിന്ന് കഴിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ അതിനുശേഷം നമ്മൾ ഇങ്ങ് വന്നപ്പോൾ കർണാടക സ്റ്റേറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അരിഗൗഡർ എന്നും പറഞ്ഞിട്ടൊരു ആർച്ച് കണ്ടായിരുന്നു. അപ്പോൾ അത് 1939 എന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ വെൽക്കം ടു കർണാടക. പിന്നെ കുറച്ചും കൂടെ മുമ്പോട്ട് വന്നപ്പോൾ നമ്മളെ ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. അപ്പോൾ ആ ബോർഡ് അവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോയപ്പോഴത്തേക്കിനും അതും വളർത്താനെയാണ്. 3 ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് പോയപ്പോഴത്തേക്കിനും ഒരു സ്ഥലത്തെത്തിയപ്പോഴത്തേക്കിനും കുറച്ച് പൂക്കളിങ്ങനെ അവരും തന്നെ നട്ട് വളർത്തുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ കയറി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂവിലൊന്നും തൊടരുതെന്ന്. കഴിഞ്ഞ വട്ടം ഒരു ഫാമിലി പോയപ്പം അവിടെ കയറി പൂവൊക്കെ പറിച്ചു.
അവർക്ക് ഇഷ്ടം പോലെ ഒരുപാട് നഷ്ടം അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളിവിടെ പാസ് എടുത്താണ് കയറിയത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഓരോ കരിക്ക് കുടിച്ചു. പിന്നെ ഒരു പേരയ്ക്കയും അതിനകത്ത് ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്തതാണ്. അപ്പോൾ അത് ഞങ്ങളെല്ലാവരും കൂടെ മേടിച്ച് കഴിച്ചു. പിന്നെ നമ്മൾ ഫൈനലി മൈസൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം കുറച്ച് കുതിരവണ്ടിയൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് യാത്ര പോയി. അങ്ങനെ ഫൈനലി നമ്മൾ മൈസൂർ എത്തി കേട്ടോ. അപ്പം ഇതിൻ്റെ ബാക്കി വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ പിന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.